ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ബീഫ് ബ്രെയിൻ റോസ്റ്റാണ്. നമുക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം, ചോറിൻ്റെ കൂടെ കഴിക്കാം, പൊറോട്ടയുടെ കൂടെ കഴിക്കാം, പത്തിരിയുടെ കൂടെ കഴിക്കാം. അപ്പോൾ ഒരു സാധാരണ ബീഫ് റോസ്റ്റിനേക്കാളും കുറച്ചുകൂടി വ്യത്യസ്തമായ രീതിയിലാണ് നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ വെള്ളം തിളപ്പിക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് വെള്ളം തിളപ്പിക്കാം. 1/2 ലിറ്റർ വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മുടെ ബ്രെയിൻ അല്ല, ബീഫിൻ്റെ ബ്രെയിൻ അതെന്തായാലും വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ വെള്ളം തിളച്ച് വന്നിരിക്കുകയാണ്. അപ്പം നമ്മൾ അതിലേക്ക് ബീഫിൻ്റെ ബ്രെയിൻ ഇടാം. ഇനിയൊരു 10 to 12 മിനിറ്റ് തിളക്കണം. തിളച്ച് ഇത് വേവണം. ജസ്റ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. ഇനി അതോടുകൂടി നമ്മൾക്ക് നമ്മുടെ കോഴിമുട്ട അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ്, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ. ഇത് നല്ലപോലെ പൊടിയായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നിങ്ങൾ വീട്ടിൽ ചെയ്യുന്ന സമയത്ത് അടിയിൽ പിടിക്കാതെ നോക്കണം. ബീഫ് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് 1 സ്പൂൺ ഉപ്പ്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. നമുക്ക് അടച്ചു വയ്ക്കരുത്. ഇത് കോഴിമുട്ട നല്ല ഡീപ്പ് ഫ്രൈ ആക്കണം പറയാം. പെട്ടെന്ന് ഒരു 2 മിനിറ്റിൽ വേവിച്ചെടുക്കരുത്. നന്നായിട്ട് അതെ അതെ. മനോജ് കറുവാപ്പല ഇട്ടതില് നമ്മൾ വിട്ടുപോയ സാധനം അല്ലേ, അതിടുമ്പോൾ തന്നെ ഒരു മണം കണ്ടില്ലേ. നമ്മുടെ കോഴിമുട്ട ഏകദേശം നല്ല ക്രിസ്പിയായി വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. അതോടുകൂടി നമ്മുടെ ബ്രെയിൻ കറക്റ്റായിട്ട് വെന്ത് പരുവമായിട്ടുണ്ട്. ഇനി നമുക്കിത് ഡ്രെയിൻ ചെയ്തെടുക്കാം. സ്റ്റീം പാത്രം ഏകദേശം എല്ലാ പീസും വെന്തിട്ടുണ്ടല്ലേ, നന്നായി വെന്തിട്ടുണ്ട്. ഇതൊന്ന് വെള്ളം വാരുന്നത് വരെ അവിടെ വയ്ക്കുക. നമുക്ക് ഈ വെള്ളം ഇനി കളയാം. ഈ വെള്ളം ആവശ്യമില്ല നമുക്ക്. ഇനിയിപ്പോൾ നമുക്ക് വേണ്ട പാന് വെക്കണം. വലിയ പാൻ. അപ്പോൾ നമ്മുടെ പാൻ ചൂടായിരിക്കുകയാണ്. സൺഫ്ലവർ ഓയിൽ. നമുക്ക് ഉള്ളിയാണ് ആദ്യം ഇടേണ്ടത്. നല്ല ചുള്ളി ഇട്ടോ. ഉള്ളി ഒന്ന് പെട്ടെന്ന് വഴഞ്ഞ് വരാൻ കുറച്ച് ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ ഇട്ടാൽ മതി. ഏകദേശം ഉള്ളി വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ച് വെച്ചത് നമ്മളിതിലേക്ക് മിക്സ് ചെയ്തിരിക്കുകയാണ്. ഇനി ഇതൊരു 5 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ക്യാമറമാൻ ബാബു, യെസ്, നമ്മൾ ലാസ്റ്റ് ആയിട്ട് ഇപ്പോൾ ബീഫ് ബ്രെയിൻ എന്നാണ് കഴിച്ചത്? നമ്മൾ കഴിച്ചത് കണ്ണൂരിൽ നിന്നാണ് തോന്നുന്നുണ്ട് അല്ലേ? കണ്ണൂരിൽ നമ്മൾ ചെമ്മീൻ വാങ്ങിട്ട് വരുമ്പോൾ. അതെ. അത് നമ്മളത് വ്ളോഗിന് വേണ്ടിയിട്ട് ചെമ്മീൻ മേടിക്കാൻ പോയതല്ലേ? ഓ യെസ്, മനോജ് അന്നില്ല അല്ലേ? പക്ഷെ സംഭവം നല്ല ടേസ്റ്റി ആയിരുന്നു അല്ലേ? അതെ. നമ്മള് യെസ്, അല്ലല്ല, നമ്മള് പക്ഷെ അതുപോലെയല്ലല്ലോ ചെയ്യുന്നത്. നമ്മള് നമ്മുടേതായ സ്റ്റൈലിൽ വെറൈറ്റി അല്ലേ. നമ്മുടെ തക്കാളി 2 തക്കാളിയിൽ 1 തക്കാളി ഇപ്പൊ ഇടണം. പാടിയുടെ സ്പെഷ്യൽ റെസിപ്പിയാണ് ഇത്. നമ്മുടെ സ്പെഷ്യൽ റെസിപ്പിയാണ്. അപ്പം നമ്മുടെ തക്കാളി ഏകദേശം നല്ലപോലെ വെന്തിരിക്കുകയാണ്. ഇനി നമുക്ക് സ്പൈസസ് ആഡ് ചെയ്യേണ്ട ടൈമായി. നമ്മുടെ മുളക് പൊടി, സാധാരണ മുളക് പൊടി 1/4 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ. കാരണം നേരത്തെ നമ്മൾ മഞ്ഞൾപ്പൊടി അതിലേക്ക് 1/2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ടായിരുന്നു ബ്രെയിനിലേക്ക്. ഇത് മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ. ഇപ്പോൾ ജീരകപ്പൊടി 1 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, പട്ട പൊടിച്ചത് 1/2 ടീസ്പൂൺ, കുരുമുളക് 1 ടീസ്പൂൺ. ഇനി കാശ്മീരി മുളക് പൊടി അത് 1 ടീസ്പൂൺ. ഇതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇത് ഏകദേശം ഒന്ന് വെന്ത് വരുമ്പോൾ 1 പച്ചമുളക് ഇടേണ്ടതാണ്. 1 പച്ചമുളക്. എരി കൂടണം എന്ന് തോന്നിയവർക്ക് മുളകും ഉപ്പും നിങ്ങൾക്ക് വേണ്ട പോലെ ആഡ് ചെയ്യാം.
അപ്പൊ ഇനി നമുക്ക് പുതിന ഇടുന്ന ടൈമായി. പുതിന മല്ലിച്ചപ്പും. പുതിന, അടുത്തത് മല്ലിച്ചപ്പും. പുതിനയും മല്ലിച്ചപ്പും. അതൊരു അരപ്പിടി, അതാണ് കണക്ക്. പുതിന ഒരു അരപ്പിടി, മല്ലിച്ചപ്പ് ഒരു അരപ്പിടി, അങ്ങനെയാണ് കണക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒന്ന് വെന്ത് വരുമ്പോൾ നമ്മുടെ സ്പ്രിംഗ് ഓണിയൻ ഒരു പകുതി, 4 സ്പ്രിംഗ് ഓണിയനിൽ പകുതി. ഇനി ഇതിലേക്ക് ഇടാനുള്ളത് അടുത്തത് നമ്മുടെ കോഴിമുട്ട. അത് കംപ്ലീറ്റ് ഇട്ടോ, ഫ്രൈ ചെയ്ത കോഴിമുട്ട. 2 കോഴിമുട്ട നമ്മൾ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് കംപ്ലീറ്റ് ഇതിലേക്ക് ഇട്ടോ. ഏകദേശം ഇപ്പൊ നമ്മുടെ മല്ലിച്ചപ്പും പുതിനയും നല്ല രീതിയിൽ പരുവായി വെന്തിരിക്കണം. അപ്പൊ ഇനി നമുക്ക് ആഡ് ചെയ്യേണ്ടത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയ ബീഫ് ബ്രെയിൻ. ഫുള്ളായിട്ടോ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ നന്നായിരിക്കും. ഉള്ളിലെല്ലാം മസാല പിടിച്ച് ഈ സമയമാകുമ്പോഴാണ് കട്ട് ചെയ്യേണ്ടത്. നേരത്തെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഉടഞ്ഞു പോകും. അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്താൽ മതി. ഇനിയിപ്പോൾ പ്രശ്നമില്ല. ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് കട്ട് ചെയ്യാൻ കിട്ടില്ലേ? സിമ്പിളായിട്ട് കട്ട് ചെയ്യാൻ കിട്ടും. നല്ലപോലെ വെന്തിട്ടുണ്ടല്ലോ. ചൂടോടാകുമ്പോൾ ചിലപ്പോൾ ഉടഞ്ഞു പോകാം. ഒരു പച്ചമുളക് കൂടി ഇട്ടോ. ഇനി അതുപോലെ തന്നെ നമ്മുടെ കറിവേപ്പില. ഒരുപാട് കുത്തി ഉടയ്ക്കാൻ പാടില്ല, ഒരു ചെറിയ ചെറിയ പീസുകളാക്കാം. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ചെറുനാരങ്ങ, ഒരു ഹാഫ് ചെറുനാരങ്ങ ഇതിലേക്ക് ഇടേണ്ടതാണ്. ഹാഫ് ചെറുനാരങ്ങ. നമ്മുടെ സ്പ്രിംഗ് ഓണിയൻ ബാക്കിയുള്ളതില്ലേ, അത് ഇടാനുള്ള ടൈമായി. ഫുള്ളായിട്ടോ. കുറച്ചുകൂടി മല്ലിയില ഒന്ന് ഇട്ടോളൂ. ഇട്ടോളൂ. മതി. ഏകദേശം നമ്മുടെ ബീഫ് ബ്രെയിൻ റോസ്റ്റ് തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ലോ ഹീറ്റിൽ കുറച്ച് നേരം ഇങ്ങനെ വെച്ചാൽ മതി. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് ഇടേണ്ടത് നമ്മുടെ തക്കാളി ഒന്നുണ്ട്. ഈ തക്കാളി സ്ക്വയർ ആയിട്ടൊന്ന് കട്ട് ചെയ്യാം. പച്ചമുളക് ഇട്ടാതെ സ്റ്റൈലിൽ തന്നെ തക്കാളി ഒന്ന് ജസ്റ്റ് സ്ക്വയർ ആയിട്ട്, രണ്ടാമത്തെ തക്കാളി വലിയ പീസാക്കിയിട്ട്. തക്കാളി ഒരുപാട് വേവാൻ നിൽക്കാൻ പാടില്ല, ജസ്റ്റ് ഒന്നിങ്ങനെ ഇടുക. ഇത്ര പരിപാടിയുള്ളൂ. അപ്പം അങ്ങനെ നമ്മുടെ ബീഫ് ബ്രെയിൻ റോസ്റ്റ് ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. ഇതിലേക്ക് അവസാനമായിട്ട് ഒരു സാധനം കൂടി ആഡ് ചെയ്യാനുണ്ട്, പച്ച വെളിച്ചെണ്ണ. അവസാനം പച്ച വെളിച്ചെണ്ണ ഒരു 1/2 സ്പൂൺ ജസ്റ്റ് ഒന്നിങ്ങനെ തൂവിക്കഴിഞ്ഞാൽ നന്നായിരിക്കും. നല്ലൊരു ഫ്ലേവർ വരും. അതെ അതെ. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യണം നല്ലത്. ഗ്യാസ് ഓഫ് ചെയ്തു. അപ്പം നമ്മുടെ ബീഫ് ബ്രെയിൻ റോസ്റ്റ് ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം ഇതിൻ്റെ ഇടയിൽ നമ്മുടെ മനോജ് ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട്. കിടിലൻ നാടൻ കേരള ചപ്പാത്തി. അപ്പം നമുക്ക് നമ്മുടെ ബീഫ് ബ്രെയിൻ റോസ്റ്റ് ടേസ്റ്റ് ചെയ്യാനുള്ള ചടങ്ങിലേക്ക് നമ്മൾ എൻട്രി ചെയ്യണം. നമ്മുടെ ബീഫ് ബ്രെയിനിൻ്റെ ഡെക്കറേഷൻ അവസാന ഘട്ടത്തിൽ ആണ് ഇപ്പം മനോജും ഞാനും മഹേഷൊക്കെ. നമ്മുടെ ഡെക്കറേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ടേസ്റ്റ് ആണ് ഇനി അടുത്ത പരിപാടി. അപ്പം മനോജ് ടേസ്റ്റ് ചെയ്യാല്ലേ? പിന്നല്ലാതെ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല, ആദ്യമായിട്ടാണ് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കഴിക്കല്ലേ? കഴിക്കാമല്ലോ. മനോജ് കഴിക്കും. ഇങ്ങോട്ട് വാ മുത്തേ. ടേസ്റ്റ് ചെയ്യണം ബീഫ് ബ്രെയിൻ റോസ്റ്റ്. മസാല എല്ലാം സോഫ്റ്റ് ആയിട്ട് ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫുഡാണ്. ബ്രെയിൻ ആകുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വരും. പിന്നെ ഇപ്പൊ പൊറോട്ടയിലും കുഴപ്പമില്ല. ഇപ്പൊ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കിയിരിക്കുന്നത് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനം തന്നെയാണ്. ഇതിപ്പോ മട്ടന്റെ ബ്രെയിൻ വെച്ചിട്ടും ഇതേ റെസിപ്പിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. നമ്മുടെ ബീഫ് ബ്രെയിൻ റോസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു.
അപ്പോൾ ഈ വീഡിയോയിൽ ഇഷ്ടമായാൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെയും എല്ലാവർക്കും ബൈ.